ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുട്ടിയുടെ കുടുംബം ഉയർത്തുകയാണ്. കുറ്റക്കാരായ അധ്യാപകരെ പോലീസ് സംരക്ഷിക്കുന്നു, കേസെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ കുടുംബം ഉയർത്തുന്നുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, കുടുംബം പറയുന്നത് എന്താണ്? ശ്യാം, SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ബാരിക്കേഡ് മറികടന്ന് SFI പ്രവർത്തകർ അപ്പുറത്തേക്ക് എത്തുകയും പോലീസുമായി കയ്യേറ്റം ചെയ്യുന്ന ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാവിലെ കുട്ടിയുടെ ചിതാഭസ്മവുമായി സ്കൂളിലേക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ആ പ്രതിഷേധ പ്രകടനം പോലീസ് തടഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അഭ്യർത്ഥനയെ തുടർന്ന് ആ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനായി ബീച്ചിലേക്ക് കടത്തിവിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ SFIയുടെ പ്രതിഷേധ പ്രകടനമാണ് സ്കൂളിലേക്ക് വരികയും ബാരിക്കേഡ് മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ മറുവശത്തേക്ക് എത്തുകയും ചെയ്തത്. നിലവിൽ പോലീസ് വിദ്യാർത്ഥികളെ റോഡിൽ തടഞ്ഞിരിക്കുകയാണ്. സ്കൂളിന് ഏകദേശം 30 മീറ്റർ ഇപ്പുറം വെച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ റോഡിൽ തടയുന്നത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അങ്ങോട്ട് എത്തുന്നത്. കാരണം കുട്ടികളുടെ മുന്നിൽ വെച്ച് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് പ്രതീഷ് എന്ന് പറയുന്ന 7ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ അധ്യാപകനെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യപ്പെട്ടാണ് SFIയുടെ പ്രതിഷേധം ഉണ്ടായത്. റോഡിൽ പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും പ്രവർത്തകർ പോലീസിനെ മറികടന്നുകൊണ്ട് ഇങ്ങോട്ട് എത്തുകയായിരുന്നു. സ്കൂളിന് തൊട്ടു മുന്നിൽ വീണ്ടും പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. റോഡിൽ കൂടി നിന്നുകൊണ്ട് SFI പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. അധ്യാപകനെതിരെ നടപടി വേണം. നേരത്തെ പോലീസ് FIR എടുത്തിരുന്നുവെങ്കിലും ആ FIRൽ മതിയായ വകുപ്പുകൾ ചുമത്തിയിരുന്നില്ല. കുട്ടിക്കെതിരായിട്ടുണ്ടായ അതിക്രമത്തിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ നടപടികൾ ഉണ്ടായില്ല. ഇതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത്. തൊട്ടു പിന്നാലെ SFI പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്കൂളിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് SFI പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ശ്യാം, ഈ പോലീസിന്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരുന്നു? അവരെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ശ്യാം, പോലീസ് നിലവിൽ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തത്. പക്ഷേ കുട്ടിയെ മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കായിക അധ്യാപകൻ തല്ലുകയും മറ്റൊരു അധ്യാപിക മോശമായി പെരുമാറുകയും ചെയ്തു എന്നുൾപ്പെടെയുള്ള മൊഴികൾ നേരത്തെ തന്നെ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് കുട്ടികൾ പലവട്ടം ആവർത്തിച്ചതാണ്. എന്നിട്ടും അധ്യാപകർക്കെതിരായിട്ട് കൃത്യമായ വകുപ്പുകൾ ചുമത്താതെ, അതായത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടും FIRൽ യാതൊരു മാറ്റവും വരുത്താതെ അധ്യാപകരെ സംരക്ഷിക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. അതാണ് SFI പ്രവർത്തകരും ആരോപിക്കുന്നത്. ആ FIRൽ മാറ്റം വരുത്താത്തത് അധ്യാപകരെ സംരക്ഷിക്കാനാണെന്നും പറയുന്നു. ഇതോടെയാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും SFI പ്രവർത്തകർ മുന്നോട്ട് തന്നെ വരികയാണ്. ഏതായാലും പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. മരിച്ച പ്രതീക്ഷിന് നീതി വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥി സംഘടന മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പോലീസ് രണ്ട് വശത്തായിട്ട് പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാരും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചത്. കുട്ടികളുടെ മുന്നിൽ ജനലിൽ കൈ പിടിച്ചു നിർത്തി തിരിച്ചു നിർത്തിയാണ് ആ കുട്ടിയെ അധ്യാപകൻ തല്ലിയത്, ചൂറിലുകൊണ്ട് പലവട്ടം തല്ലിയത്. ഇത്രയും മൊഴി കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അധ്യാപകനെതിരെ മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചില്ല. പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. FIRൽ പേര് പോലും ചേർത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമായി SFI ഉൾപ്പെടെ മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ശ്യാം, ബന്ധുക്കൾ ഗുരുതരമായ ചില ആരോപണങ്ങൾ അധ്യാപകർക്കെതിരെ ഉയർത്തുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അസ്വാഭാവിക മരണത്തിലുള്ള ഒരു കേസ് മാത്രമാണ് ഉണ്ടായത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ രൂപപ്പെടുന്ന പശ്ചാത്തലം, ഇതിനിടയിൽ എന്തെങ്കിലും നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായി ഉണ്ടാകുന്നുണ്ടോ? അവരതിനുള്ള ശ്രമം നടത്തുന്നോ മറ്റോ ഉണ്ടോ? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ശ്യാം? പോലീസിനെ മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ സ്കൂളിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വളരെ കുറച്ച് പോലീസുകാർ മാത്രമാണുള്ളത്. ആ കുട്ടി പ്രജിത്തിന്റെ മരണത്തിനിടയാക്കിയ ഹോളി ഫാമിലി സ്കൂളിലേക്ക്, വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലേക്ക് SFI പ്രവർത്തകർ പോലീസിനെ മറികടന്നുകൊണ്ട് കടന്നു ചെന്നിരിക്കുന്നു. സ്കൂളിന്റെ പ്രധാന ഗേറ്റിൽ പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. 3 വട്ടം പോലീസ് റോഡിൽ പ്രവർത്തകരെ തടഞ്ഞെങ്കിലും അവിടെ നിന്ന് SFI പ്രവർത്തകർ വളരെ വേഗത്തിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസുമായി ഇപ്പോൾ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാകുന്നു. കുട്ടിയുടെ മരണത്തിനിടയാക്കിയ കായിക അധ്യാപകനെ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആ സ്കൂളിലെ തന്നെ ഒരു അധ്യാപിക ഈ കേസിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരാണ് ഈ കുട്ടിയെ ശാരീരികമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് പ്രജിത്ത് എന്ന് പറയുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിലെത്തി തൂങ്ങി മരിച്ചത്. ഈ കേസിലാണ് ഈ 2 അധ്യാപകർക്കെതിരെയും സ്കൂൾ മാനേജ്മെന്റ് ഒരു നടപടിയും സ്വീകരിക്കാത്തത്. പോലീസാണെങ്കിൽ FIR സ്വീകരിച്ചത് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ്. ഈ അസ്വാഭാവിക മരണത്തിനുള്ള FIRനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള നടപടിയും പോലീസും സ്വീകരിച്ചിരുന്നില്ല. ഇതും SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിന് തൊട്ടു മുന്നിലെ ഗേറ്റിലാണ് SFI പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്.
പറയുന്നത്. ഏതായാലും അധ്യാപകരെ ഉൾപ്പെടെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്താതെ മണ്ണഞ്ചേരി പോലീസ് എന്തിന് ഒളിച്ചു കളിക്കുന്നു എന്നുള്ളൊരു ചോദ്യവും ഉയരുന്നുണ്ട്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ജെ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താവുന്ന കേസിലാണ് അന്വേഷണം തുടരുന്നു എന്നുള്ള ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയും ആ വിദ്യാർത്ഥി അധ്യാപകർ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തല്ലുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ടുവെന്ന് മറ്റു വിദ്യാർത്ഥികളുടെ മൊഴിയുണ്ടായിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. 3 ദിവസം സംഭവം കഴിഞ്ഞിട്ടും FIR-ൽ തിരുത്തലുകൾ വരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. ഏതായാലും പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഉയരുന്നത്. SFIയുടെ ഭാഗത്ത് നിന്ന് SFI പ്രവർത്തകരാണ് ഇപ്പോൾ സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. കായിക അധ്യാപകനെതിരെയും മറ്റു അധ്യാപികയ്ക്കെതിരെയും പരാതി ഉയർന്നിരുന്നു. ഇതിൽ സ്കൂൾ മാനേജ്മെന്റും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതോടെയാണ് നാട്ടുകാരും വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ഗേറ്റിന് തൊട്ടു മുന്നിലാണ് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സ്കൂളിലേക്ക് SFI നടത്തിയ പ്രതിഷേധം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരാരോപണവുമായി കുട്ടിയുടെ കുടുംബവും രംഗത്തെത്തുന്നുണ്ട്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയാണ്. കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയാണ്. അധ്യാപകരെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന വിമർശനം, ഈ അധ്യാപകനെതിരെ മാനേജ്മെൻറ്റ് നടപടി സ്വീകരിച്ചില്ല എന്നുള്ള വിമർശനമൊക്കെ ഇപ്പോൾ പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. SFI പ്രവർത്തകർ സംഘടിച്ച് സ്കൂളിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ സ്കൂളിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു പ്രതിഷേധക്കാർ. നേരത്തെ പോലീസുമായി വാക്കേറ്റമുണ്ടാവുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. കായികാധ്യാപകനാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുട്ടിയെ ഉപദ്രവിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. 2 പരാതികളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. ഒന്ന്, പോലീസ് വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള വിമർശനം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മൊഴിയടക്കം, വിദ്യാർത്ഥികളുടെ അടക്കം മൊഴിയുണ്ടായിട്ടും തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം. ഇപ്പോൾ SFI നേതാക്കൾ പ്രതികരിക്കുന്നു തത്സമയം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ തൻ്റെ സഹപാഠിക്ക് ഒരു തലകറക്കം അസുഖമുണ്ടാകുകയും ആ വിദ്യാർത്ഥിക്ക് സ്കൂളിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു നൽകി ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം നൽകിക്കൊണ്ട് മനുഷ്യത്വപരമായിട്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ മറ്റൊരു വിദ്യാർത്ഥി ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തെ ഏറ്റെടുത്ത ഒരു വിദ്യാർത്ഥിയാണ്. പക്ഷേ ആ വിദ്യാർത്ഥി സ്കൂളിലെ അനൗൺസ്മെൻറ്റ് വഴി, തങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള അനൗൺസ്മെൻറ്റ് വഴി ആ അനൗൺസ്മെൻറ്റ് കേട്ടുകൊണ്ട് നമ്മുടെ സ്കൂളിനകത്തേക്ക് വരികയും, പക്ഷേ ആ സ്കൂളിനകത്തെ അധ്യാപകരാരും തന്നെ ഈ വിദ്യാർത്ഥി എവിടെയായിരുന്നു, ആ കുട്ടി ആ മറ്റു വിദ്യാർത്ഥിക്ക് കൊടുത്ത ചികിത്സാ സംബന്ധമായിട്ടുള്ള കുട്ടിയുടെ തലകറക്കത്തിന് കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് റൂമിൽ ഇരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ വിദ്യാർത്ഥിയെ മാനസികമായി പീഡിപ്പിച്ചു. ആ വിദ്യാർത്ഥിയെ ജനൽ കമ്പിയിൽ കൈപിടിപ്പിച്ച് പൊതിരെ തല്ലുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇവിടുത്തെ അധ്യാപകരും ഈ സ്കൂളിലെ അധികൃതരും തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ മനോവിഷമത്തിൽ ആ കുട്ടിക്കുണ്ടായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് കുട്ടി യൂണിഫോം പോലും മാറാതെ വീട്ടിൽ ഇത്തരത്തിലേക്കുള്ള ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്. ഈ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാകെ വിദ്യാർത്ഥികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാനസികമായും ശാരീരികമായും പേടിപ്പിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒരു ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് SFI ഇന്നിവിടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കുന്നതുവരെ, ആ കുട്ടിയുടെ മരണത്തെ തുടർന്ന് ആ മരണത്തിന് ഭാഗമായിട്ടുള്ള മുഴുവൻ പേരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉറപ്പായ ശിക്ഷ നൽകുന്നതുവരെ SFI ഇത്തരത്തിലുള്ള മാർച്ചുമായും പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകും. അതിൻ്റെ സൂചനയാണ് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ളത്. ഈ യോഗം അധ്യക്ഷത വഹിച്ചിട്ടുള്ള SFIയുടെ ഏരിയ പ്രസിഡന്റ് സഖാവ് അഭിജിത്താണ്. ഈ യോഗത്തിനകത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് SFIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് MCO പ്രസാദ്. യോഗത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വൈഭവ്, വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് റോഷൻ, സൗരവ് അടക്കമുള്ള SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഈ സമരത്തിൻ്റെ ഭാഗമായ മാരാരിക്കുളത്തെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളാകെ ഈ യോഗത്തിനകത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആലപ്പുഴ കാട്ടൂരിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ SFIയുടെ പ്രതിഷേധം സ്കൂളിലേക്ക് ഉണ്ടാവുകയാണ്. പോലീസുമായി നേരത്തെ വാക്കേറ്റമുണ്ടാവുന്നത് നമ്മൾ കണ്ടു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കുട്ടിയുടെ കുടുംബം ഉയർത്തുന്നുണ്ട്. കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ള വിമർശനം, അധ്യാപകരെ പോലീസ് സംരക്ഷിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം, കായികാധ്യാപകൻ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുട്ടിയെ ഉപദ്രവിച്ചു, മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള വിമർശനം, അതിന് പിന്നാലെ കുട്ടി വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു.
അതിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ അധ്യാപകരെ സ്കൂൾ സംരക്ഷിക്കുന്നു എന്നുള്ള വിമർശനമാണ് പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, പോലീസ് ഈ വിഷയത്തിൽ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് സ്കൂളിന് മുമ്പിൽ നടക്കുകയാണ്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിവരങ്ങൾ ശ്യാം. കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് സ്കൂളിന് മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. SFIയുടെ നേതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് നാട്ടുകാരും SFIയും ഉൾപ്പെടെ ഉയർത്തിയത്. കാരണം സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കുട്ടിക്ക് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് കുട്ടി വീട്ടിലെത്തുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഈ സംഭവത്തിന് കാരണക്കാരായ 2 അധ്യാപകരുടെ പേരുകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കുട്ടികളോട് പറയുകയും രക്ഷിതാക്കളോട് പറയുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമായത്. പക്ഷേ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് മണ്ണഞ്ചേരി പോലീസ് ഇതുവരെ കേസെടുത്തിരിക്കുന്നത്. ഈ FIR-ൽ പ്രതികളാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയരായ അധ്യാപകരുടെ പങ്ക് വെളിപ്പെട്ടിട്ടും അവരുടെ പേര് ചേർക്കാൻ പോലും മണ്ണഞ്ചേരി പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു വലിയ ആരോപണമായി ഉയർന്നിരുന്നു. ഏതായാലും അതിന് പിന്നാലെ നാട്ടുകാർ ഇന്ന് രാവിലെ ആ കുട്ടിയുടെ ചിതാഭസ്മവുമായി ഈ സ്കൂളിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രകടനം പോലീസ് തടഞ്ഞു. പിന്നീട് നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനായി ബീച്ചിലേക്ക് കടത്തിവിടുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകരെ പോലീസ് തടഞ്ഞുവെങ്കിലും പോലീസിനെ മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിന് മുന്നിലേക്ക് വിദ്യാർത്ഥികൾ എത്തിച്ചേരുകയായിരുന്നു. അവർ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് അവിടെ ഇപ്പോൾ പ്രതിഷേധ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാരായ അധ്യാപകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കാരണം ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചത്. ജനലിൽ ചേർത്ത് നിർത്തിയ ശേഷം പുറകുവശത്തെ ചൂരൽ കൊണ്ട് തുടരെ അടിക്കുകയായിരുന്നു. ഇതിൽ മനംനൊണ്ടതാണ് ഈ 7ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിലെത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. ഏതായാലും ഈ സംഭവത്തിലാണ് നിലവിൽ പോലീസ് ഇട്ടിരിക്കുന്ന FIR അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ തിരുത്തൽ വരുത്തുകയോ ഈ കുറ്റക്കാരായ അധ്യാപകരെ ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.